ഇവിടെ ഇതിന്റെ പേരൊക്കെ ഡാൻസ് ആണോ എന്ന് നമുക്ക് തന്നെ തോന്നുന്നത്. ഡാൻസ് എന്ന സംഭവത്തിന്റെ നാണം കെടുത്തുന്ന ചില ഡാൻസ് സ്റ്റെപ്സ് ആണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ ലിസ്റ്റ് ഫസ്റ്റ് വൺ നമ്മുടെ പ്രഭുദേവയാണ്. വുൾഫ് എന്ന സിനിമയിൽ ഒരു ഡാൻസ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ ഡാൻസ് സ്റ്റെപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം സ്ത്രീകളൊക്കെ കുണിച്ചു നിർത്തി അങ്ങനെ കുണിച്ചു നിർത്തി ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇത്? ഇതിന് പേര് ഡാൻസ് ആണോ? ഇതൊരുമാതിരി വേറെ ഏതാണ് പൊസിഷനിൽ ട്രൈ ചെയ്യുമ്പോഴുണ്ടല്ലോ. മിസ്റ്റർ പ്രഭുദേവ സാർ, ഡാൻസ് എന്ന് പറഞ്ഞാലേ ആദ്യം താങ്കളുടെ പേരായിരിക്കും മിക്ക ആൾക്കാരും പറയുന്നത്. ദേവി ഇത് ഉള്ള വില കളയല്ലേ. പിന്നെ അതേ സിനിമയിൽ വേറൊരു സ്റ്റെപ്പ് ഉണ്ട്. ഈ ബിയർ ബോട്ടിലൊക്കെ ഒളിപ്പിച്ചോണ്ട് പോകണമെങ്കിൽ ആ സ്ഥലത്ത് കുത്തിക്കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒളിപ്പിച്ചോണ്ടൊക്കെ പോകത്തില്ലേ, അതേപോലെ ഈ ബിയർ ബോട്ടിലിനെ അതിനകത്തൊരു കുത്തിക്കയറ്റി വെച്ചിട്ട് അതിനെ ഒരു സ്റ്റെപ്പായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി പ്രഭുദേവ നിങ്ങൾക്ക്? ഈ ലിസ്റ്റിൽ സെക്കൻഡ് വൺ അജയ് ദേവ്ഗൻ ആണ്. സൺ ഓഫ് സർദാർ എന്ന സിനിമയിൽ ഡാൻസ് ആടാൻ പറഞ്ഞാൽ മൃണാൽ ഠാക്കൂറിന്റെ കൈയിനെ ഇങ്ങനെ പിടിച്ചിട്ട് കൈവിരലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി മടക്കി നിവർത്തുന്നതിനൊക്കെ ഒരു ഡാൻസ് സ്റ്റെപ്പാണ് എന്ന രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് കൈപ്പണി നന്നായിട്ട് അറിയാം അല്ലേ. പിന്നെ ഇതേ സിനിമയിൽ വരുന്ന വേറൊരു പാട്ടില് കയ്യിലിട്ടേക്കുന്ന കാപ്പയുടെ അകത്തോട്ട് വിരലിട്ടിട്ട് ഡാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. LP സ്കൂളിലെ കുട്ടികൾ ഇതിനേക്കാൾ നന്നായി ഡാൻസ് ആടൂടെ? പിന്നെ ഇതേ സിനിമയില് പോം പോം എന്ന് പറയുന്ന സോങ് ഉണ്ട്. ആ സോങ്ങിന്റെ ഡാൻസ് കണ്ടോ? കവിളത്ത് കൈവച്ച് ഇങ്ങനെ നിൽക്കുക, ചിരിക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് സ്റ്റെപ്പ്. പിന്നെ പട്ടിയെ പോലെ നിൽക്കുന്ന ഈ ഒരു പരിപാടി, ഇതിന്റെ പേരാണ് ഡാൻസ് എങ്കിൽ ഞാനും ഒരു ഡാൻസറാണ്. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ.